അശാസ്ത്രീയ മാലിന്യ സംസ്കരണം തളിപ്പറമ്പിലെ സ്ഥാപനത്തിന് 30,000 രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് തളിപ്പറമ്പ് ടൗണിൽ പ്രവർത്തിച്ചുവരുന്ന ലോലിനോ കഫേയ്ക്ക് 30,000 രൂപ പിഴ ചുമത്തി. പരിശോധനാ വേളയിൽ സ്ഥാപനത്തിന്റെ മലിനജല ടാങ്ക് ഓവർഫ്ലോ ചെയ്ത് മലിനജലം തുറസായ കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തി. മലിനജലം ഓവർഫ്ലോ വരുന്നതനുസരിച്ച് പൊതു റോഡിലൂടെ ഒഴുകിപ്പോകുന്ന സ്ഥിതിയാണ് നിലനിന്നിരുന്നത്. സമീപത്തെ സ്ഥാപനങ്ങൾക്കും മലിനജലത്തിന്റെ ദുർഗന്ധം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരിശോധനയിൽ ബോധ്യപ്പെട്ടു. സ്ക്വാഡ് സ്ഥാപനത്തിന്റെ ഉള്ളിൽ നടത്തിയ പരിശോധനയിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാതെ ബിന്നുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നതായും കണ്ടെത്തി. സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നില്ല എന്ന് സ്ക്വാഡിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിലെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന പൂക്കോത്ത് തെരുവിലെ ക്വാർട്ടേഴ്സിന്റെ ടെറസിൽ 5 ഡ്രമ്മുകളിലായി നിരവധി ഗാർബേജ് ബാഗുകളിൽ കെട്ടിയ നിലയിൽ സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ കണ്ടെത്തി. ഗാർബേജ് ബാഗുകൾ തുറന്നു പരിശോധിച്ചപ്പോൾ ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് ജൈവ അജൈവ മാലിന്യങ്ങളും തരംതിരിക്കാത്ത നിലയിൽ കാണപ്പെട്ടു. ഈ മാലിന്യങ്ങൾ മുഴുവനായി സ്വകാര്യ വ്യക്തിക്ക് പണം നൽകി കൈമാറുകയാണ് ചെയ്യുന്നത് എന്ന് സ്ഥാപനത്തിന്റെ മാനേജർ സ്ക്വാഡിനെ അറിയിച്ചു. മലിനജലം തുറസായി ഒഴുക്കിവിട്ടതിനും മാലിന്യങ്ങൾ വേർതിരിക്കാതെ സംഭരിച്ചു വെച്ചതിനും മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാത്തതിനും കേരള പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലോലിനോ എന്ന സ്ഥാപനത്തിന് 30,000 രൂപയാണ് പിഴ ചുമത്തുകയും തുടർ നടപടികൾക്കായി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തത്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.